എന്താണ് ഈ ദുരുപദേശം? വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നുവോ അതിന് നേരെ വിപരീതം പഠിപ്പിക്കുന്നതാണ് ദുരുപദേശം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് ശരിക്കും ദുരുപദേശം പഠിപ്പിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയോ, അതോ ഞങ്ങൾ ചെല്ലുന്നിടത്ത സൗകര്യം അനുസരിച്ച് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ആരാധിക്കുമെന്ന് പറയുന്ന പ്രസ്ഥാനവുമാണോ ദുരുപദേശം പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏത് ഭാഗത്താണ് വിശുദ്ധ ശബത്ത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തെ ഏത് ഭാഗത്താണ് നാം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു വാക്യമെങ്കിലും തെളിവായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഉടുപ്പഴിച്ചു വെച്ചിട്ട് നിങ്ങളുടെ കൂടെ വരാം ആരാധനയ്ക്ക്. പ്രിയ സഹോദര, വിശുദ്ധ വേദപുസ്തകത്തിലെങ്ങും ഒരൊറ്റ വാക്യത്തിൽ പോലും കർത്താവായ യേശുക്രിസ്തുവോ തന്റെ ശിഷ്യന്മാരോ ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ലേഖന കർത്താക്കൾ ആരും നാം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കണം, ശബത്ത് മാറിപ്പോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അതാണ് ശരിക്കുള്ള ദുരുപദേശമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് അല്പം വേദനിച്ചാലും വേണ്ടില്ല, അത് ഞാനങ്ങ് വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അവിടുത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ബൈബിളാ പറയുന്നത്. എന്തു പറയുന്നു? ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവിടുത്തെ കൽപ്പനകൾ മാറിപ്പോയി, നീങ്ങിപ്പോയി, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നവർ ആരാണ്? അവർ കള്ളന്മാരാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ദുരുപദേശം പഠിപ്പിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കട്ടെ.